ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടൊരു കറിയാണ്. ഒരു വെള്ളരിക്കയുടെ പകുതി ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വെള്ളരിക്കയെല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക. 3-4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്തൊരു തക്കാളിയാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു അരപ്പാണ് തയ്യാർ ചെയ്യാനുള്ളത്. ഒരു 1/4 ഭാഗം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ചെറുതീയിലിട്ട് വേണം നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ. തേങ്ങ ഒരു പകുതി ഭാഗം മാത്രം നമുക്ക് വറുത്തെടുത്താൽ മതിയാകും. തേങ്ങയെല്ലാം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രമാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലുള്ള ചൂടിൽ തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇവയെല്ലാം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാലുടൻ തന്നെ നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ കറിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. വേറെ സവാള മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇതുകൂടി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. വേവിക്കാൻ എത്ര വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ കൂട്ടിയിട്ട് വേണം ഇനി വേവിച്ചെടുക്കാൻ. പകുതി വേവാകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ കണക്കാക്കി ചെറുപരിപ്പ് കുതിർത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പെല്ലാം കിട്ടും. അത് മാത്രമല്ല ടേസ്റ്റും അധികമായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളരിക്കയ്ക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പിട്ട ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പും വെള്ളരിക്കയെല്ലാം നല്ലതുപോലെ വേവണം. ഇപ്പോൾ കറിയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് കറി കറക്റ്റായി എന്ന് അറിയുന്നത്. ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളരിക്ക കറിയാണ്. അത് മാത്രമല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ് ഇതിന്. കറിയെല്ലാം നമുക്ക് ഇറക്കാൻ നേരമാകുമ്പോൾ നമുക്ക് കുറച്ച് പുളി കൂടി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ പുളി വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുടെ അളവ് ഒട്ടും കൂടാൻ പാടില്ല. കറക്റ്റ് ലെവലിൽ നിൽക്കണം. നമ്മൾ തക്കാളി ചേർത്താണ്. തക്കാളി പുളിയില്ലാത്ത തക്കാളിയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലോട്ട് ഇറങ്ങുന്നതാണ്. ഈ കറിയോടൊപ്പം നമുക്ക് പപ്പടം, തോരൻ, പിന്നെ മീൻ പൊരിച്ചതൊക്കെ വെച്ച് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത വെള്ളമൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.